കെട്ടും കിടക്കയൊക്കെ ആയിട്ട് വന്നിറങ്ങിയിരിക്കുന്ന എന്റെ ദൈവമേ, അവർ രണ്ടാളും നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാ താമസിക്കാൻ വന്നിരിക്കുന്നത്. ആര്? നമ്മുടെ അമ്മുക്കുട്ടിയും ബാലേന്ദ്രനും. അമ്മച്ചേച്ചിയും ബാലേട്ടനോ? ആ പിരിയൻ ചെറുക്കനുണ്ട് കൂടെ. മൂന്നാളും ഒരു വണ്ടി വീട്ടു സാധനമായിട്ടാ വന്നിറങ്ങിയിരിക്കുന്നത്. വാ ചേച്ചി, നമുക്ക് പോയി നോക്കാം. ആരെ കാണാനായി ഓടി ഇറങ്ങി പോകുന്നത്? അവളെ കാണാനാണോ? എങ്കിൽ ആ വഴി പോയിക്കോളണം, തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. ഈ തോളത്തും നെഞ്ചത്തും കിടത്തി വളർത്തിയതാ നിങ്ങൾ അഞ്ചിനെ ഞാൻ. അതിലൊരുത്തിയാ എന്റെ നെഞ്ചത്ത് ചവിട്ടി ഇറങ്ങിപ്പോയത്. ആ അവളെ നിങ്ങൾക്ക് വേണോ? എന്നെ വേണ്ടാത്ത അവളെ നിങ്ങൾക്ക് വേണോന്ന്? പൊറുക്കില്ല ഞാൻ. ഈ ഭൂമിയിൽ ആരോടൊക്കെ പുറത്താലും അവളോട് മാത്രം ഞാൻ പൊറുക്കില്ല. നീ ഇവിടെ നിൽക്കുകയാണോ? ചെന്നേ, ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞേ. ഊഞ്ഞാൽ കട്ടിൽ എവിടെ അടിക്കേണ്ടത്? അടുക്കളയിലോ അതോ? അടുക്കളയിലോ? ആഹാരം പാചകം ചെയ്തോണ്ടിരുന്ന് ഇങ്ങനെ ഇരുന്നാടാം. പിന്നെ തേങ്ങ അരയ്ക്കാനും നല്ല എളുപ്പമായിരിക്കും. അതൊന്നും വേണ്ട. ഊഞ്ഞാൽ കട്ടിൽ ഇതാ ഇവിടെ ഇടിക്കൂ. ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിലിരുന്ന് നാടണം. അതിവിടെ പലരും കാണണം. അയ്യേ, അമ്മോ കരയാണോ? ഇതൊക്കെ കണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കടാ കഴുതേ, ഇത് കണ്ണീരല്ല, ഇതാണ് സന്തോഷ കണ്ണീർ. സന്തോഷ കണ്ണീരാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ മഹാത്മാഗാന്ധിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പൊടിഞ്ഞില്ലേ? പൊടിഞ്ഞ? നീ പത്രത്തിൽ വായിച്ചില്ലേ? സോറി, ഞാൻ ഇന്നത്തെ പത്രം വായിച്ചില്ല. പൊടിഞ്ഞടാ. ആ കണ്ണീരാണ് ഈ കണ്ണീർ, സ്വാതന്ത്ര്യ കണ്ണീർ. നീ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അനാവശ്യം പറയരുത്. എങ്കിൽ ജയിലിൽ കിടന്നിട്ടുള്ള നിന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്ക്. 10-20 കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം ഒടുക്ക മോചനം കിട്ടുമ്പോ ഇങ്ങനെ സന്തോഷം വരും. അതാണ് സന്തോഷ കണ്ണീർ. സന്തോഷിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. നോക്കിയിരിക്കാതെ കൂടെ കൂടാ. കൂടെ കൂടാൻ പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ച് ഞെക്കുന്നോ? ചിരിച്ചാ മതി, കൈക്കറി ഒന്നും വേണ്ട. സമയം കളയാതെ സന്തോഷിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. നോക്കിയിരിക്കാതെ ചിരിക്കടാ. ഇനി സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. ആഹ്ലാദിച്ചാട്ടെ, ആഹ്ലാദിച്ചാട്ടെ. നിർത്തറ. നിന്റെ ഈ തൊലിഞ്ഞ ചിരി എന്നെ കാണിക്കാൻ വേണ്ടിയല്ല, അയാളെ കേൾപ്പിക്കാൻ വേണ്ടിയാ. ഇന്നത്തേക്ക് ഇത്രയും മതി, ബാക്കി പുറകെ. അയ്യോ, ഉളുക്കി. മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ നിനക്ക്. നിന്റെ ഏട്ടൻ എന്താ നിനക്ക് ഉരുട്ടി തന്നോണ്ടിരുന്നത്? കരിങ്കല്ലാണോ? ഈ ആരോഗ്യമില്ലെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് എന്തിനാ? എന്റെ അടുത്ത് പറഞ്ഞാ പോരായിരുന്നോ? അമ്മൂനെ ഞാൻ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ. ഓഹോ, നീ എടുത്തോണ്ട് വരുമായിരുന്നല്ലേ? തീർച്ചയായും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് അതിക്രമം ചെയ്യാനും ഞാൻ തയ്യാറാണ്. വീണ്ടും ഉളുക്കി. അയ്യോ, ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നടു ഉളിക്കപ്പോ സമാധാനായല്ലോ. എന്റെ നടു ഉളുക്കിയാലും സാരമില്ല, നിന്റെ ചേട്ടന്റെ ചങ്കുളുക്കിയല്ലോ, എനിക്കത് മതി. എനിക്കും. ഇവൻ എന്താ എപ്പോഴും ഒരു ഉളുക്ക്? ഒന്നിങ്ങോട്ട് വരൂ. ഇപ്പൊ വരണോ? വരാം. പോട്ടെ. വലിയ തിരക്കിലൊന്നും ആയിരുന്നില്ലല്ലോ അല്ലേ? ഓ, എനിക്ക് തിരക്കൊന്നുമില്ല. അവളുടെ ചേച്ചിയുടെ കല്യാണം കൂടി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതല്ലേ നല്ലത്? പിന്നെ അതാ നല്ലത്. വന്നേ. താങ്ക് യു. വാടാ. നിനക്ക് വന്ന് ഊളത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല എന്റെ വീട്. ഊളത്തരോ? ശാസ്ത്രീയ നൃത്തമാണോ ഊളത്തരം? ശാസ്ത്രീയ നൃത്തം ഇവിടെ അപ്പുറത്ത് താമസിക്കുന്ന എന്റെ ഭാര്യയുടെ അനിയത്തി വരാ, അല്ലാതെ ലേഡീസ് ഹോസ്റ്റലിലെ അന്തേവാസികളൊന്നുമില്ല നിനക്ക് ഇവിടെ ഒന്ന് ക്യാമറ കാണിക്കാൻ. ഓഹോ, നിന്റെ ഭാര്യയുടെ അനിയത്തിമാരാണല്ലേ? അതൊരു പുതിയ ന്യൂസ് ആണല്ലോ, എനിക്കറിയില്ലായിരുന്നു. സോറി. പോടാ. അവര് നിന്റെ ഭാര്യയുടെ അനിയത്തിമാരാണെങ്കിൽ അതിലൊരെണ്ണം എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ. അവളുടെ ചേച്ചി നീ തട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ എതിർത്തില്ലല്ലോ. അതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഹൃദയഭാനു, നീ കാണിക്കുന്ന എന്തിനും ഞാൻ കൂട്ടുനിൽക്കുന്നു വിചാരിക്കണ്ട. ഈ വക പരിപാടിക്കാണെങ്കിൽ മേലാൽ എന്റെ വീട്ടിനകത്ത് നീ കാല് കുത്തരുത്. കാലും കുത്തും കൈയും കുത്തും. ഞാൻ ഇവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെ കാണിക്കുകയും ചെയ്യും. ചോര ഉണ്ടെങ്കിൽ തടയടാ. മതിയാ? എന്താ നിർത്തിയ? തല്ലണ, ഇനി തല്ലണ. കടക്കടാ പുറത്ത്. എന്റെ പടിക്ക് പുറത്ത് കിടക്കാൻ. പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോ കൂരായണ അല്ലേ? അതേടാ, കൂരായണ തന്നെ.
എന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഈ പാലം കിടക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഇറങ്ങണം, പുറത്തിറങ്ങണം. അയാള് ഹിറ്റ്ലർ ആണെങ്കിൽ നീ ബ്രൂട്ടസ് ആണോ? ചതിയാ. നീ കണ്ടോ അവളുടെ കഴുത്തിൽ മാലയിട്ടോണ്ട് ഞാനും നിന്റെ പടിക്ക് മുന്നിൽ വന്നിറങ്ങൂടാ ടാക്സി കാറില്. അന്ന് നീയും വരണം കൊടുവാളും കൊണ്ട് ഞങ്ങളെ കൊല്ലാൻ. പോടാ. അങ്ങനെ പോവില്ലടാ ഞാൻ. വരും, വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. പോടാ പട്ടി. ഗൗരി എന്താ ഇങ്ങനെ അകന്നു മാറി നിൽക്കണേ? വന്നേ, ഇങ്ങോട്ട് വന്നിരിക്കേ. ഇങ്ങ് വായന്റെ ഗൗരി, നിന്നെ എല്ലാവരും നല്ലോണം ഒന്ന് കണ്ടോട്ടെ. എന്താ? ഒന്നുമില്ല. എന്താ കുട്ടിക്ക്? എന്താ ഗൗരി? എന്താ മോളെ? എന്താ ഗൗരി? എന്താ നിനക്ക്? നിനക്ക് എന്താണെന്നാ ചോദിച്ചത്? എനിക്കൊന്നും അറിയില്ലമ്മേ. ഇപ്പൊ 2 ദിവസമായി ഇങ്ങനെ ആഹാരം എന്ത് കണ്ടാലും ഉടനെ ഛർദിക്കാൻ. ഒന്നുമില്ല, അവൾ ഇന്ന് രാവിലെ ഇത്തിരി ചക്കപ്പുഴുക്ക് കഴിച്ചു, അതിന്റെയാ. അതിന്റെ ഒന്നും അല്ലമ്മേ. അയ്യോ, അന്ന് മാധവേട്ടൻ എന്നെ പിടിച്ചോണ്ട് പോയില്ലേ? അന്ന് രാത്രി മാധവേട്ടൻ എന്നെ ഞാൻ എന്താ കേൾക്കുന്നത്? എന്താ കാണിക്കുന്നേ? വിടാൻ പറയുന്ന കേക്ക്. അവനോടുള്ള ദേഷ്യത്തിന് സ്വന്തം തോപ്പല്ല വെട്ടി നശിപ്പിക്കേണ്ടത്. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. എന്റെ കുഞ്ഞിന്റെ ജീവിതം തന്നെ നശിച്ചല്ലേ. ഇനി എന്തിനാണിതൊക്കെ? മേനോൻ ചേട്ടൻ വിഷമിക്കണ്ട. ഗൗരിയെ നശിപ്പിച്ചവനോട് എങ്ങനെയാണ് പകരം ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ വീട്ടിലുമില്ലേ പെൺകുട്ടികൾ? കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ കാത്തു സൂക്ഷിക്കുന്ന അവന്റെ സഹോദരിമാർ. അവരുടെ ജീവിതം നശിക്കണം, നശിപ്പിക്കണം. എങ്കിലേ ഈ വേദന അവനും മനസ്സിലാകും. ഇനി ഇതിലൊന്നും നോക്കരുത്, സ്വന്തവും ബന്ധവും ഒന്നും. അവന്റെ സഹോദരിമാർ 3 പേരും നമ്മുടെ കൺമുൻപിൽ നശിപ്പിക്കപ്പെടണം. ലോഡ്ജ് മുറികളിൽ നിന്ന് അവർ പിടിക്കപ്പെടണം. വ്യഭിചാര കുറ്റത്തിന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ആ കഥകളും വാർത്തകളും ഒക്കെ പത്രങ്ങൾ കൂടി ഈ നാട്ടുകാർ മുഴുവനും വായിക്കണം. അതിനുള്ള എല്ലാ വഴികളും കണ്ടുവച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മേനോൻ ചേട്ടൻ വാ, ധൈര്യമായിട്ട് വാ. വാ.